തുടങ്ങി. തവളയെന്നോ? ആരെ തവള കളിച്ച്? പെണ്ണായി മാറിയതോ അന്തപുരത്തിൽ മകളാണി കൊമ്പത്തിരുന്ന് പാടണേ പാടണേ. നമ്മുടെ ഈ വയനാട് ചുരം കയറി വരുമ്പോ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാ? ഹായ് ചങ്കാളെ, ഞാനിപ്പോൾ ഉള്ളതേ വയനാട് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടെ പൂപ്പൊലി എന്ന് പറയുന്ന ഒരു കാർണിവൽ ഫെസ്റ്റിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് കൊമ്പങ്കാട് കോയം കുഞ്ഞാപ്പോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ടുമാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്നിട്ട് ഫുള്ള് വന്നെ പറഞ്ഞു. കൊമ്പങ്ങാട് പോയ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും പൂപ്പൊലി എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം വയനാട് നമ്മള് ഇത്ര വലിയൊരു പ്രോഗ്രാം ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച വയനാട്ടിലുള്ള മുത്തമണികളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്താണ് സുഖല്ലേ? ഇന്ന് തല്ലില്ല കേട്ടോ. വേണ്ടല്ലോ? വേണോ? തല്ല് വേണമെന്നുള്ളതൊക്കെ കയ്യൊന്നിച്ചാണ്. അപ്പൊ ഒന്ന് കൊടുക്കും ഞാൻ. കുറെ ആൾക്കാർക്ക് എന്നെ തല്ലണ ഇഷ്ട, ഞാൻ പറഞ്ഞോളാം ഇഷ്ട. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ലീവ് വരൂലേ? ഇല്ലടാ, ഒരു എക്സ്ക്യൂസും ഇല്ല. അവനവന്റെ പെരിത്തപ്പന്മാരെ അടുത്തുനിന്ന് വാങ്ങാം. അനക്കുള്ളത് ഞാൻ തരാം. പോരെ? കൊടുക്കട്ടെ? അയിമ തന്നെ തുടങ്ങണം. നമ്മൾ തച്ചിക്കാട് വളർന്ന മനുഷ്യന്മാരാ. അടി കണ്ടുകാണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാരാ അല്ലേ? നിങ്ങളെല്ലാരും കൂടി പിള്ളേർ കാണാൻ പറ്റണില്ല. ഇങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? പല്ലുമാലയില് പറയണ പോലെ പറമ്പിലടി, അവിടുത്തെ അടി, ഇവിടുത്തെ അടി. അതെ, ഇത് സ്റ്റേജ് മന്ത് അടി, പൂപ്പൊലി അടിയാണെന്ന്. എന്തായാലും ഞാൻ ഉണർത്ത് തന്നാലോ? അല്ലടാ, ഞാൻ വേദന കുഴപ്പമില്ല. വേദന മെല്ലെ തൊള്ളൂ. നീ കൂടെ അല്ല, എന്നാലും വലിയൊരു വേദന ഞാൻ ഒന്നാ കൊടുത്താലോ? എന്നിട്ട് തുടങ്ങിയ പോലെ അല്ലല്ല. അതിന്റെ അടിയിൽ അവിടുന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തവളയെന്നോ? ആരെ തവള കളിച്ച്? തല്ലിന് സപ്പോർട്ട് ചെയ്യാം. ഇജാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അടിക്കുന്ന ആള് ഞാനല്ലേ? ഒരു സപ്പോർട്ടാണല്ലോ. അതുകൊണ്ടല്ലേ ഇത്ര തോന ജനങ്ങളെ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ട് അല്ലേ? ആരുടെ അടച്ചറിയും. അങ്ങനെ പീരിയടിക്കണം. ഒന്ന് നിന്ന് കൊടുത്താലോ? യാരത്? കൊമ്പങ്കാട് പോയ വാതിലോർക്കെ. ഇന്നേക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞ വാതിലോർക്കെ. ജുമാക്കോളെ നേരായി കൊണ്ണ് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ അമ്മ കുറ്റിപ്പുളിയ സൈന്യം വിചാരിച്ച് നടന്നില്ല. പിന്നെ ലജ്ജ് ഞനക്ക് പോണം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞനക്ക് പോണം. ഓ പോയിക്കോട്ടെ അല്ലേ? നല്ലൊരു കഴിയുന്നു. എന്തേ തപനമക്കിന്റെ ഒരു പല്ലാണ് ചാടി. പല്ലോ കൊണ്ടോ നേക്ക്? അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്തിൽ നിൽക്കുന്ന മധ്യക്ഷൻ, എല്ലാരും എത്തിയാണ്. അപ്പൊ തുടങ്ങല്ലേ? ഞങ്ങൾ ഇവിടെ വന്ന് തന്നെ അടിച്ചു പൊളിക്കാനല്ലേ? നിങ്ങളൊക്കെ കാണുമ്പോ ഡാൻസ് വെച്ചാൽ തോന്നാം. കളിച്ചാലോ? തന്നെയാണ് ഇതിനെ കൊട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അടുത്തെന്താ? വേറെ മിമിക്രിയാലോ? ഓല് എന്തിനും റെഡിയാ, ഒക്കെ റെഡിയാണ്. ഇത് എന്തെങ്കിലും സാധനം കൊടുത്താൽ മതി. മിമിക്രി ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ പഴയകാല സിനിമകൾ
ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇവിടെ തമിഴ് അറിയുന്നവരൊന്ന് കൈവയ്ക്കുക. இந்த மேடையில் வந்திருக்கும் எல்லாருக்கும் அன்பார்ந்த நன்றி. അങ്ങനെ പറയാം. അതാണ്. അപ്പോ കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മുടെ ഗുണ എന്ന് പറഞ്ഞ സിനിമയില് കമലഹാസൻ പാടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസോട് കൂടി 2 ഡയലോഗ് ആക്കിയാലോ? സപ്പോർട്ട് ചെയ്യോ? റെഡി? கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே இல்லை கடிதாசி கடிதமே இருக்கட்டும். எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்கும். உடம்பு தாங்குமா? தாங்காது அபிராமி. மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. താങ്ക് യു. നല്ലൊരു കൈയ്യടി. സെറ്റല്ലേ? ഞാൻ പറഞ്ഞു കേട്ടു. സെറ്റാണ്. അടുത്തത് മലയാള സിനിമയില് നമ്മൾ ഈ വയനാട് ചുരം കയറി വരുമ്പോ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാ? പപ്പു. യെസ്. അപ്പോ അടുത്തതായിട്ട് പപ്പു അപ്പോ പപ്പുവിന്റെ കുതിരവട്ടം പപ്പുവിന്റെ ചിരിപ്പിക്കുന്ന ഒരു സീനും സങ്കടം വരുന്ന ഒരു ഡയലോഗും സപ്പോർട്ട് ചെയ്യോ? അപ്പൊ ആദ്യമായിട്ട് മൂപ്പരെ ചിരിയാ വേണ്ട, കോമഡിയാ വേണ്ട, സങ്കടം വേണ്ട? ആദ്യം സങ്കടത്തുമ്പോ വേണോ അതോ കോമഡി വേണോ? ഓരോ ഇഷ്ടം. പറഞ്ഞു. കോമഡി ചിരിക്കാനാണ് എല്ലാവർക്കും ആദ്യം ഇഷ്ടം. ആയിമ തുടങ്ങി. ദാസപ്പൂ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകളുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ. താങ്ക് യു. അടുത്തെന്താണ്? സടങ്കം അല്ല സങ്കടം. ഓക്കെ, എടുത്താ മതി. ഓക്കെ. അപ്പോ നമ്മളെ മമ്മൂക്കന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ദി കിങ് എന്ന് പറഞ്ഞ പടത്തിലെ പപ്പു ചേട്ടന്റെ ഒരു സാഡ് വോയിസ് അടിപൊളിയായിട്ട് സൈലന്റ് ആയിട്ട് കേൾക്കണം. ഓക്കെ, തുടങ്ങട്ടെ. ഇരുപുറം 2 ആളുകൾ വന്നിട്ട് എന്റെ 2 കൈയും ചവിട്ടിയുണ്ട് പിടിക്കും. പിന്നെ ബോട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ എന്റെ 2 കണ്ണും നിറഞ്ഞുപോയി. താങ്ക് യു. അപ്പോ ഇഷ്ടായോ? കയ്യിലെടുത്താണ് കുട്ടികളോ? ഇടക്കിടക്ക് ചോദിക്കണ്ടോ? കുഞ്ഞാപ്പൊരു പാട്ടൊപ്പം പാടൂലേ? കുട്ടികളൊക്കെ ഫുള്ള് റെഡിയാണ്. തുടങ്ങിക്കോ. കൊമ്പങ്ങാട് കോയ അവളെ പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ, പാടണേ. അടുത്ത ഡീജ ആക്കണേ. മതി മതി. നിങ്ങളൊക്കെ കൈയടിച്ചോളി. അതെ, ഓർക്കും മടിയിൽ കൈയടി. അതെ. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വീഡിയോ ഏതാ? സ്കൂളിലേതാ? സ്കൂളിലെ വീഡിയോ. കിങ്ങിണി മാഷ് ഉങ്കിണി മാഷ് അതാണോ? അതാണ് എനിക്ക് ഇഷ്ടമായത്. എന്നാ ഞാൻ എനിക്കിഷ്ടമായ ഒരു വീഡിയോ പറയട്ടെ. ഏതാണ്? തവളയും നീർക്കോലിയായിട്ട് 2 വരും. അതിലുണ്ട് ഡ്രമ്മിക്കൊരു ചാട്ടം ചാടണം. എന്റെ പോന്നോ കുന്തം പോയോ എന്നാ കുളത്തിലും തപ്പം നടന്നൊരു ഡയലോഗ് ഉണ്ട്. ആ വീഡിയോനെ കുറിച്ച് കുറച്ച് ആദ്യം പറഞ്ഞു കൊടുക്കട്ടെ. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ആണോ എന്താണെന്ന് നോക്കെ. അത് ഒറിജിനൽ ആയിട്ട് ഡ്രമ്മൊക്കെ ചാടിയത് തന്നെയാണ്. കുറച്ച് പരിക്ക് പറ്റി. അതിന് 3 മണിക്കൂറിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നീച്ച് വരുന്ന രംഗം എടുക്കുന്നത്. അപ്പോ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ അത്രയും സപ്പോർട്ട് നല്ല കമന്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുമായിരിക്കുന്ന റിസ്ക് ഉള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇവരിങ്ങനെ വിചാരിക്കും എന്തിനാണ് ഇപ്പൊ അതിന്റെ ഒക്കെ ആവശ്യം? അതിനുള്ള തെളിവാണിത്. അതെ, അതിനുള്ള തെളിവാണ് ഓരോ നമുക്ക് ഒന്നുമില്ല. ഞങ്ങളെ ചിരിപ്പിക്കാന്നുള്ള ഒരൊറ്റ നിയത്ത് മാത്രമുള്ള മതി. ഞങ്ങൾ എങ്ങനെ റിസ്ക് എടുക്കണം അതിനുള്ള സപ്പോർട്ടുകൾ നമുക്ക് തരുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങളത് ആസ്വദിക്കണില്ലേ? അതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യണം കേട്ടോ. വീട്ടിൽ പോയി ആരും അംഗീകരിക്കരുത്, അനുകരിക്കരുത്. കേട്ടില്ലേ? കിഞ്ഞോ കിഞ്ഞോ കിഞ്ഞൊക്കെ കേട്ടോ. ഓക്കെ.
ഇനി അടുത്ത കൊമ്പങ്ങാട് തറവാട് നല്ലൊരു പാട്ടായാലോ? സപ്പോർട്ട് ചെയ്യോ? അക്കര കാവില് ചക്കര മാവില് കാക്കച്ചി പെണ്ണിനു കല്യാണം. ചുണ്ടടി അവിടെ എന്തോ ഉണ്ടടി, അവന്റെ അടി നിന്റെ അടി ഇങ്ങോട്ട് മാറിന്നോ? ആ ശരിക്കുള്ള പാട്ടാവാ അല്ലെ? കരോക്കെട്ട് പാടിയാലോ? നിങ്ങൾ കൂടെ പാടുവോ? കരോക്കെട്ട് പാടാൻ ഞങ്ങൾ പാട്ടുകാരല്ല, പാട്ടുകാർ പാടാൻ വേറെ വരുന്നുണ്ട് അല്ലേ? എന്തായാലും നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോകേണ്ട വെച്ചിട്ട് പാടുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടി കൈയടിച്ചിട്ട് പാട്ടൊക്കെ പുറത്തൊക്കെ കേൾക്കാത്ത പോലെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ആ അത് ഒരു സെറ്റ് ആക്കി പോകും. ഇതിനുള്ളിലോ மனம் என்று போனது எங்கே, மன்மதனே உண்டது எங்கே, கண்ணது தொட்டால் சுந்தரமுட்டும், வெட்டது தொட்டால் குங்கும தொட்டும், புன்னகை பட்டால் மல்லிகளும், பார்த்தால் பருவம் மூச்சு முட்டும், அம்மம்மா வித்தாசோவின் சோமைய உண்டு, விக்ரோவாரின் சிம்பதி உண்டு, பெண்ணாய் மாறியதோ அந்த புறத்தில் மகராணி, அந்த புறத்தில் மகராணி, அழகிய வேலா அவளி பலித்த சேலா சந்தன வேலா இவள் வந்தது முழலா அடடா பூவின் மாநாடா.